ഹായ് ഓൾ, വെൽക്കം ടു ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻ. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ടോപ്പിക് ക്ലീനിങ് ആൻഡ് ഗ്രേഡിംഗ് ആണ്. അപ്പം എന്താണ് ക്ലീനിങ് എന്ന് പറഞ്ഞാല് ത്രഷ്ഡ് ക്രോപ്സിലുള്ള അൺഡിസൈറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ഫോറിൻ മാറ്റേഴ്സിനെ റിമൂവ് ചെയ്യുന്ന ഒരു പോസ്റ്റ് ഹാർവസ്റ്റ് ഓപ്പറേഷൻ ആണ് ക്ലീനിങ്. ഗ്രേഡിങ്ങോ ഗ്രെയിൻസിൽ അല്ലെങ്കിൽ പ്രോഡക്ട്സിനെ നമ്മൾ വേരിയസ് ഫ്രാക്ഷൻസ് ആയിട്ട് തരംതിരിക്കുന്ന ഒരു പോസ്റ്റ് ഹാർവസ്റ്റ് ഓപ്പറേഷൻ തന്നെയാണ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ക്ലീനിങ്ങും ഗ്രേഡിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. അപ്പം ഗ്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു പല ഫ്രാക്ഷൻസ് ആയിട്ട് നമ്മൾ പ്രോഡക്റ്റിനെ തരംതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് അല്ലെ. ഈ ഗ്രേഡ് ഫാക്ടേഴ്സ് ആണ് നമ്മുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റിന്റെ കൊമേഴ്ഷ്യൽ വാല്യൂ നിർണ്ണയിക്കുന്നത്. ഇനി നമുക്ക് ഗ്രേഡ് ഫാക്ടേഴ്സ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പൊ അത് ഒന്നാമത് വരുന്നത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മുടെ പ്രോഡക്റ്റിന്റെ സൈസ്, ഷേപ്പ്, മോയ്സ്ചർ കണ്ടന്റ്, കളർ എന്നിവയൊക്കെ. ദെൻ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അത് ഏതൊക്കെയാണ്? ഓർഡർ, ഫ്രീ ഫാറ്റി ആസിഡ് കണ്ടന്റ്, ഇതൊക്കെ. ദെൻ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് ജെർമിനേഷൻ, ഇൻസെക്ട് ഡാമേജ്, ഇതൊക്കെയാണ് ഗ്രേഡ് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. നമുക്ക് കുറച്ച് ടേംസ് ഒന്ന് പരിചയപ്പെടാനുണ്ട്. എന്താണ് ക്ലീനിങ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ഫോറിൻ മാറ്റേഴ്സ് അല്ലെങ്കിൽ അൺഡിസൈറബിൾ മാറ്റേഴ്സ് നമ്മുടെ പ്രോഡക്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്ലീനിങ് എന്ന് പറഞ്ഞു. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? വാഷിങ്, സ്ക്രീനിങ്, ഹാൻഡ് പിക്കിങ്, ഇത്തരത്തിലുള്ള പ്രോസസ്സിങ്ങിലൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ. ഇനി ഗ്രേഡിങ്ങിലാണെങ്കിലോ നമ്മൾ വേരിയസ് ഫ്രാക്ഷൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അത് എന്താണ്? അതാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ കൊമേഴ്ഷ്യൽ വാല്യൂ നിർണ്ണയിക്കുന്നത്. ഓക്കെ. ദെൻ സോർട്ടിംഗ് പറഞ്ഞാൽ എന്താണ്? ക്ലീൻ ചെയ്തിട്ടുള്ള നമ്മുടെ പ്രോഡക്റ്റ്സ് ഇല്ലേ, ഇതിനെ നമ്മൾ പല ഫ്രാക്ഷൻ ആയിട്ട് മാറ്റണം ഓൺ ദ ബേസിസ് ഓഫ് സൈസ്, ഷേപ്പ്, ഡെൻസിറ്റി, ടെക്സ്ചർ ആൻഡ് കളർ. അപ്പൊ ഇത്രയൊക്കെ പാരാമീറ്റേഴ്സ് വെച്ച് നമ്മൾ ഇതിനെ പല ഫ്രാക്ഷൻസ് ആയിട്ട് തിരിക്കുന്നതിനാണ് സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടേം ആണ് സ്കാർപ്പിംഗ്. ഇതെന്താണ്? ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്രോപ്പിലുള്ള അല്ലെങ്കിൽ പ്രോഡക്റ്റിലുള്ള വലിയ പാർട്ടിക്കിൾസിനെ നമ്മൾ ആദ്യം തന്നെ എല്ലാ പ്രോസസ്സിന്റെ മുന്നേ ആദ്യം തന്നെ നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്കാർപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് സ്ക്രീനിങ് കുറച്ച് വിശദമായിട്ട് നോക്കാം. അപ്പൊ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈസ് വെച്ചിട്ട് മാത്രം നമ്മൾ നമ്മുടെ ഗ്രെയിനിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആക്കി മാറ്റുന്ന ഒരു സെപ്പറേറ്റിംഗ് പ്രോസസ് ആണ് എന്ത്? സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിൽ എന്താണ് ഫാക്ടർ? സൈസ് ആണ്. ഫോർ ക്ലീനിങ് ആൻഡ് സെപ്പറേഷൻ ഓഫ് സീഡ്സ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ് ഡിവൈസ് സ്ക്രീൻ. സ്ക്രീൻ ഉപയോഗിച്ചാണ് നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതായത് നമ്മളൊരു സ്ക്രീനിന്റെ മുകളിൽ നമ്മൾ സോളിഡ് പാർട്ടിക്കിൾസ് ഇടുകയാണെങ്കിൽ ചെറിയ പാർട്ടിക്കിൾസ് അല്ലെ, ചെറിയ പാർട്ടിക്കിൾസ് ആ സ്ക്രീനിന്റെ സൈസ് അനുസരിച്ച് ചെറിയ പാർട്ടിക്കിൾ ആ ഓപ്പണിങ്ങിലൂടെ താഴോട്ട് പോകും. ആ വലിയ പാർട്ടിക്കിൾസോ ആ സ്ക്രീനിന്റെ മുകളിലായിട്ട് നിൽക്കും. അങ്ങനെ നമുക്ക് രണ്ട് ഫ്രാക്ഷൻ ആയിട്ട് അത് കിട്ടും. സോ അതാണ് സ്ക്രീനിന്റെ ഒരു പിന്നെ ചെറിയൊരു പിക്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ. then a single screen can thus make separation into two fractions അല്ലെ. ഒരു ചെറിയ സ്ക്രീനിന് അങ്ങനെ രണ്ട് ഫ്രാക്ഷൻസ് ആയിട്ട് മാറ്റാൻ പറ്റും. ഇനി അതല്ലെങ്കിലോ നമുക്ക് കുറച്ചും കൂടി ഫ്രാക്ഷൻസ് ആയിട്ട് മാറ്റണം, കുറച്ചും കൂടി സ്ക്രീനിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ സീസിന്റെ ഡിഫറെന്റ് സൈസുള്ള സീസ് നമുക്ക് ഉപയോഗിക്കാം അല്ലെ. ഡിഫറെന്റ് ഫ്രാക്ഷൻസ് അപ്പോൾ നമുക്ക് കിട്ടും. അപ്പം അത്രയാണ് സ്ക്രീനിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ പ്രൈമറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് എയർ സ്ക്രീൻ ക്ലീനേഴ്സ് എന്താന്ന് നോക്കാം. The screen used in combination with air blast performs satisfactory cleaning and separation operation for most of the granular materials. നമ്മൾ ഗ്രാനുലാർ മെറ്റീരിയൽസിന്റെ കേസിലാണ് എയർ സ്ക്രീൻ ക്ലീനേഴ്സ് ഉപയോഗിക്കുന്നത്. ഇതിൽ നമുക്ക് എന്താ? സ്ക്രീനിന്റെ കൂടെ നമ്മൾ എയർ ബ്ലാസ്റ്റും കൂടി ഉപയോഗിക്കുകയാണ്. ഓക്കെ. ഈ സെപ്പറേഷൻ പ്രോസസ്സിന് വേണ്ടി, ഈ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എയർ ബ്ലാസ്റ്റും കൂടി, ഗ്രാനുലാർ മെറ്റീരിയൽസിന്റെ കേസിൽ എയർ ബ്ലാസ്റ്റും കൂടി ഉപയോഗിച്ച് സെപ്പറേഷൻ ചെയ്യുന്നതാണ് ഈ എയർ സ്ക്രീൻ ക്ലീനേഴ്സ് ചെയ്യുന്നത്. എയർ സ്ക്രീൻ ക്ലീനേഴ്സ് യൂസസ് 3 ക്ലീനിങ് സിസ്റ്റം. ഏതൊക്കെയാണ്? ബ്ലോയിങ് ഓർ ആസ്പിറേഷൻ, സ്കാർപ്പിംഗ് സ്ക്രീൻസ് ആൻഡ് ഗ്രേഡിംഗ് ലോവർ സ്ക്രീൻസ്. ദ എയർ സ്ക്രീൻ ഗ്രെയിൻ ക്ലീനർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ഡിസ്റ്റിങ് ടൈപ്സ്. അത് തന്നെ 2 ടൈപ്സ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് വൈബ്രേറ്ററി സ്ക്രീനും രണ്ടാമത്തത് റോട്ടറി സ്ക്രീനും. അത് നമ്മുടെ ഈ സ്ക്രീൻ സർഫസിന്റെ മൂവ്മെന്റ് അനുസരിച്ചാണ് ഈ 2 ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത്. വൈബ്രേറ്ററിയും അതേപോലെ തന്നെ റോട്ടറി സ്ക്രീനും. ഇനി നമുക്ക് വൈബ്രേറ്ററി എയർ സ്ക്രീൻ ക്ലീനറിനെ കുറിച്ച് നോക്കാം. ഇതെന്ന് പറഞ്ഞാല് ഡബിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്രീൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സ്ക്രീൻ ക്ലീനർ ആണ്
വൈബ്രേറ്ററി എയർ സ്ക്രീൻ എന്ന് പറയുന്നത്. അതിൽ ഏകദേശം 8 സ്ക്രീൻ വരെ നമുക്ക് ഉപയോഗിക്കാം. These screens are tightened together and suspended by hanger in such a manner that these have horizontal oscillating motion and slightly vertical motion. എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഈ സ്ക്രീൻ എല്ലാം ഒരുമിച്ച് ടൈറ്റ്ലി ടുഗദർ ആ ഒരു രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഇത് ഹാങ് ചെയ്തിടുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഹൊറിസോണ്ടൽ ഓസിലേറ്റിംഗ് മോഷൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ മോഷൻ, നമ്മൾ ഈ അരിപ്പൊക്കെ ഇല്ലേ സാധാരണ, ആ ഒരു സാധനമാണ് വൈബ്രേറ്ററി എയർ സ്ക്രീൻ ക്ലീനർ എന്നുള്ളത്. ഓക്കെ, അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, this two motion is combination move the grain down the screen and the same time toss sufficiently above the screen so that the bed of grain is properly stirred. ജസ്റ്റ് നമ്മൾ ഈ പൂഴിയൊക്കെ അരിക്കുന്ന ഒരു സംഭവമില്ലേ, അതുപോലെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്രീനിൽ ഒന്നെങ്കിൽ ഹൊറിസോണ്ടൽ മോഷൻ അല്ലെങ്കിൽ ചെറിയ ഒരു വെർട്ടിക്കൽ മോഷൻ കൊടുത്ത് സ്ക്രീനിങ് ചെയ്യുന്നു. അതാണ് വൈബ്രേറ്ററി എയർ സ്ക്രീൻ ക്ലീനറിൽ ചെയ്യുന്നത്. അതിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. ജസ്റ്റ് പിക്ചർ ഒന്ന് നോക്കുക. ഇവിടെ ഒരു ഫീഡ് ഹോപ്പർ ഉണ്ട്, ഇതുണ്ടോ, ഇവിടെയാണ് ഫീഡ് ഹോപ്പർ. ഇതിനകത്ത് നമ്മൾ ഇടുകയാണ്. അതിൽ ഇവിടെ ഒരു രണ്ട് എന്നാണ് ഇതാണല്ലേ, ഇതാണ് ബാഫിൽ പ്ലേറ്റ്സ്. പിന്നെ ഇവിടെ ഒരു ബ്ലോവർ ഉണ്ട്, ഇത് അപ്പർ സ്ക്രീൻ ആണ്, ഇത് താഴെയുള്ളത് ലോവർ സ്ക്രീൻ. പിന്നെ ഇവിടെ ഒരു ഡിസ്ചാർജ് ഫണൽ ഉണ്ട്, അതേപോലെ ഇവിടെ ബ്ലോവർ നമ്മൾ കണ്ടു. പിന്നെ ഇവിടെ ഉള്ളത് ഒരു സൈക്ലോൺ സെപ്പറേറ്റർ പോലെ ഒരു സെപ്പറേറ്റർ ആണ്. പിന്നെ താഴെ നമുക്കൊരു ഡസ്റ്റ് ബാഗും ഉണ്ട്. ഇതിലെങ്ങനെയാ ചെയ്യുന്നത്, ഫീഡ് ഹോപ്പറിൽ നമ്മൾ ആദ്യം പിന്നെ സാധനം ഇടും, ഗ്രെയിൻ ഇട്ട് കഴിഞ്ഞ് അത് നേരെ എന്താണ് നമ്മുടെ അപ്പർ സ്ക്രീനിലോട്ട് വരും. എന്നിട്ട് അവിടെ എന്താണ് ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യും, അവിടെ തന്നെ സക്ക് ചെയ്ത് പോകും. പക്ഷെ വലിയ നമ്മുടെ സ്റ്റോൺ അല്ലെങ്കിൽ സ്ട്രോ പോലത്തെ വലിയ പാർട്ടിക്കിൾസ് അപ്പർ സ്ക്രീനിൽ അവിടെ കുടുങ്ങിക്കിടക്കും. എന്നിട്ട് അവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, ആ ഔട്ട്ലെറ്റിലൂടെ ഈ സാധനങ്ങളൊക്കെ ഈ വലിയ കോഴ്സ് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ അതിലൂടെ പോകും. ഇനി ലോവർ സ്ക്രീനിൽ താഴെ വരുന്ന മറ്റേ സാൻഡ് അല്ലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ വേറെ കളക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഫെർദർ ഈ ഗ്രെയിൻസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു മുകളിലോട്ടൊരു മൂവ്മെന്റ് ആണ്. നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണാം, ഇതാണ് മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ ഫീഡ് ഹോപ്പറിൽ സാധനം ഇട്ട്, അത് കഴിഞ്ഞ് ഇവിടെ ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ ഇവിടെ കളക്ട് ചെയ്യാം. അല്ല സോറി, വലിയ പാർട്ടിക്കിളൊക്കെ ഇവിടെ കളക്ട് ചെയ്യുന്നു. ഇത് ചെറിയ സാൻഡ് അതുപോലത്തെ ഡസ്റ്റ് ഒക്കെ നമ്മൾ ഇവിടെ ഒരു കളക്ഷൻ ഉണ്ട്. ഇനി ബാക്കി വരുന്ന സാധനങ്ങളോ അത് വീണ്ടും ഒരു അപ്വേർഡ് മോഷൻ ആണ് ഇങ്ങോട്ട്. ഇവിടെ ഒരു ബ്ലോവർ ഉണ്ട് കേട്ടാ, അതാണ് ഇവിടെ പറഞ്ഞത്. while passing through the funnel the grains are again cleaned by upward draft of air in the ascending separator. ഇതാണ് ascending separator. ഇങ്ങനെ മുകളിലോട്ട് പോവും. During this process, the remaining light impurities are shriveled grains are sucked away and the light impurities are removed by a cyclone separator to which dust bag are attached for the collection of the impurity. ഇവിടെ നമുക്ക് സൈക്ലോൺ സെപ്പറേറ്റർ പറഞ്ഞല്ലേ, ഇവിടെ നിന്നാണ് ഇവിടുത്തെ ബാക്കിയുള്ള ഡസ്റ്റ് ഒക്കെ ഈ ഒരു ഡസ്റ്റ് ബാഗിൽ കളക്ട് ചെയ്യും. ഒന്നുമില്ല, മുകളിൽ ഫീഡ് ഹോപ്പറാന്ന് നമ്മൾ പറഞ്ഞു, ഇവിടുന്ന് ഇങ്ങനെ ഇത് ഇടുന്നു. ഒരു അപ്പർ സ്ക്രീനും ഒരു ലോവർ സ്ക്രീനും ഉണ്ട്. കോഴ്സ് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നമുക്ക് ഇവിടെ കളക്ട് ചെയ്യാം. ബാക്കിയുള്ള ചെറിയ ലോവർ ലൈറ്റ് വെയിറ്റ് ഇമ്പ്യൂരിറ്റി സാധനങ്ങൾ നമ്മൾ ഇവിടെ കളക്ട് ചെയ്യും. പിന്നെ ഗ്രെയിൻസ് നമ്മൾ ഇവിടെ ഒരു അപ്വേർഡ് മൂവ്മെന്റ്, ഇവിടെ ഒരു ബ്ലോവർ, പിന്നെ ഇവിടെ ഒരു സൈക്ലോൺ സെപ്പറേറ്റർ. അവിടുന്ന് നമുക്ക് ബാക്കിയുള്ള ഡസ്റ്റ് ഒക്കെ എന്താണ് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നമുക്ക് ഇവിടെയും കളക്ട് ചെയ്ത് മാറ്റുന്നു. അപ്പൊ ഇതാണ് വൈബ്രേറ്ററി എയർ സ്ക്രീൻ ക്ലീനറിൽ നടക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ഏതായിരുന്നു പറഞ്ഞത്, റോട്ടറി സ്ക്രീൻ ക്ലീനർ. അതിലെന്താന്ന് വെച്ചാൽ ഒരു സർക്കുലർ ഡെസ്ക് ആണ്. their motion is circular in horizontal plane. ഒന്നുകിൽ സിംഗിൾ ഡ്രം ഉണ്ടാവാം, അതല്ലെങ്കിൽ ഡബിൾ ഡ്രം ആണ് റോട്ടറി സ്ക്രീൻ ക്ലീനറിൽ ഉണ്ടാവുക. അപ്പൊ ഇതിൽ നോക്കൂ, ഇതാണ് ഒരു റോട്ടറി സ്ക്രീനറിന്റെ പിന്നെ ഡയഗ്രാം. അപ്പൊ ഇതില് ഇതാണ് ഇവിടെ ഫീഡ് ഹോപ്പർ മുകളിൽ, പിന്നെ ഉള്ളത് ഇതൊരു ആസ്പിറേറ്ററും അതേപോലെ തന്നെ ഇതൊരു റോട്ടറി സ്ക്രീനുമാണ്. ഓക്കെ, ഇത്രയും ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പൊ ഞങ്ങൾക്ക് പ്രോസസ്സ് പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു റോട്ടറി സ്ക്രീന്, ആസ്പിറേറ്റർ, അതേപോലെ ഒരു ഹോപ്പർ, അതേപോലെ ഒരു അത് ഈ ഹോപ്പർ ആൻഡ് ദിസ് എക്വിപ്ഡ് വിത്ത് ആൻ ഇലക്ട്രിക് മോട്ടർ. അതാണ് ഒരു പിന്നെ റോട്ടറി സ്ക്രീനിന് ഒരു ഇത് കൊടുക്കുന്നത്, ഒരു ഡ്രൈവ്. ഓക്കെ, then the mixture is fed into the hopper. നമ്മൾ ഹോപ്പറിലേക്ക് സാധനം ഇട്ടു. This grain pass through the screen perforation into the center of the screen drum where oversized material is retained above and pass out through an outlet. സാധനം ഇതാ നമ്മൾ ഇവിടെയാണ് ഇടുന്നത്.
ഓക്കെ. ഇട്ട് കഴിഞ്ഞ് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ ഇവിടെ ഇങ്ങനെ കളക്ട് ചെയ്യപ്പെടും. ഇതിലൂടെ ഈ ഒരു 5 എന്ന് ഞാൻ കാണിക്കുന്നില്ലേ, ഓവർ സൈസ്ഡ് ഫോറിൻ മാറ്റർ ഒക്കെ ഈ സ്ഥലത്ത് നമ്മൾ കളക്ട് ചെയ്യപ്പെടും. ദെൻ the sound grains come out at the center side of the screen drum, rotating at low speed and fall onto the vibratory screen, which remove the dirt particle. The lighter particle like straw and dust are sucked away by the aspirator and discharged through the aspiration outlet. നമ്മൾ പറഞ്ഞു ഓവർ സൈസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ ഇവിടെ കളക്ട് ചെയ്യും. ബാക്കിയുള്ള നമ്മൾ ഇതിനകത്തോട്ട് പോകും. ഇതിങ്ങനെ റൊട്ടേറ്റിംഗ് ആണ്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ബാക്കിയുള്ളത് ഇതാ ഇവിടെ ഇങ്ങോട്ട് വന്ന് ഇവിടെ നമുക്ക് കളക്ട് ചെയ്തെടുക്കും. ഡിസ്ചാർജ് ഷൂട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ. ഇതെന്താണ്? വൈബ്രേറ്ററി സ്ക്രീൻ ആണ്. ചെറിയ സൈസ്ഡ് പാർട്ടിക്കിൾ ഒക്കെ നമ്മൾ ഇവിടെ വരും ഈ വൈബ്രേറ്ററി സ്ക്രീനിലേക്ക്. ഇവിടെ ഒരു വൈബ്രേഷൻ നടക്കും. അങ്ങനെ നമുക്ക് ഡിസ്ചാർജ് ഷൂട്ടിലൂടെ ഇത് ഇങ്ങോട്ട് വരും. ഇനി എന്താണ്? അതിലും എന്തൊക്കെ ഉണ്ടാവും? നമ്മളെ സ്ട്രോ അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ആസ്പിറേറ്റർ ഉണ്ട്. കണ്ടോ? ഈ ഒരു എയർ ഫ്ലോയിൽ അത്തരം ഇംപ്യൂരിറ്റീസ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇതെടുത്ത് ഇവിടെ കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അതാണ് നമ്മൾ റോട്ടറി സ്ക്രീൻ ക്ലീനറിന്റെ പറഞ്ഞത്. റോട്ടറി സ്ക്രീൻ ക്ലീനർ ഒന്നും കൂടി ഞാൻ പറയാം. അപ്പം ഇതില് ഇവിടെ ഒരു നമുക്കൊരു ഹോപ്പർ ഉണ്ട്. ഈ ഹോപ്പറിലാണ് നമ്മൾ ഗ്രെയിൻസ് ഇടുന്നത്. ഗ്രെയിൻസ് ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഇവിടെ നമുക്കൊരു റോട്ടറി സ്ക്രീൻ ഉണ്ട്. അതിൽ ഈ ഒരു ഹോളിലേക്ക് കൂടെ പോവാത്ത വലിയ ഇംപ്യൂരിറ്റീസ് ഇതുവഴി നമ്മൾ ഇവിടെ കളക്ട് ചെയ്യും. ദെൻ ചെറിയ ഗ്രെയിൻസ് ഒക്കെ ഇതിലൂടെ വരും. എന്നിട്ട് ഇവിടെ ഒരു വൈബ്രേറ്ററി സ്ക്രീൻ ഉണ്ട്. ഇതിലേക്കാണ് ഇത് പോകുന്നത്. അപ്പൊ ഈ വൈബ്രേറ്ററി സ്ക്രീനിൽ കൂടെ താഴെ എത്തും. ഓക്കെ. ഇനി ബാക്കിയുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇംപ്യൂരിറ്റീസ് ഒക്കെ ഈ ആസ്പിറേറ്റർ ആണ് എടുക്കുന്നത്. എന്നിട്ട് ഇതാ ഇവിടെ ഒരു ഹോപ്പർ ഉണ്ട്, സോറി ഒരു ഷൂട്ട് ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മളത് ആ ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് കളക്ട് ചെയ്ത് എടുക്കും. ഇനി നമുക്ക് ഡിസൈൻ കൺസിഡറേഷൻ നോക്കാം ഈ എയർ സ്ക്രീൻ ഗ്രെയിൻ ക്ലീനറിന്റെ. The factors which influence the design of an air screen grain cleaner can be classified into 2 categories. നമുക്ക് 2 കാറ്റഗറീസ് ആയിട്ട് തിരിക്കാം. അതിലൊന്ന് വരുന്നത് മെറ്റീരിയൽ ഫാക്ടേഴ്സും പിന്നെ ഉള്ളത് മെഷീൻ ആൻഡ് ഓപ്പറേഷണൽ ഫാക്ടേഴ്സുമാണ്. മെറ്റീരിയൽ ഫാക്ടേഴ്സ് ആൻഡ് മെഷീൻ ആൻഡ് ഓപ്പറേഷണൽ ഫാക്ടേഴ്സ്. അതിൽ തന്നെ മെറ്റീരിയൽ ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. കോമ്പാക്ഷൻ ഓർ ബെഡ് ഡെൻസിറ്റി, അതായത് നമ്മൾ എത്ര മാത്രം സാധനമാണ് നമ്മുടെ ഈ സ്ക്രീനിലേക്ക് കൊടുക്കുന്നതെന്നുള്ള അല്ലെ. അപ്പോൾ ഓവറായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡെൻസിറ്റി കൂടുതലായാലും നമുക്ക് നന്നായിട്ട് സ്ക്രീൻ ചെയ്തെടുക്കാൻ പറ്റില്ല. ഓക്കെ. രണ്ടാമത്തെ എന്താണ്? പാർട്ടിക്കിൾ സൈസ് ആൻഡ് ഷേപ്പ്. ഈ നമുക്ക് കടത്തി വിടേണ്ട ഗ്രെയിനിന്റെ സൈസും ഷേപ്പും ഇല്ലേ, അതെപ്പോഴും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? നമ്മുടെ ഈ സ്ക്രീനിന്റെ ഓപ്പണിങ്സ് ഇല്ലേ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. Then distribution of various fraction size. ഏതാണ് ഈ വേരിയസ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂടെ ഉണ്ടാവുന്ന സ്ട്രോ, നോഡ്, ഷാഫ്, ഇതിന്റെ കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ. ഇത് എന്താണ്? ഇത് നമ്മൾ കൂടുതൽ ഇങ്ങനെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ അതും സെപ്പറേഷന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ. അപ്പൊ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. ദെൻ അടുത്ത എന്താണ്? സ്റ്റിക്നെസ് ആൻഡ് അബ്രാസീവ്നെസ്. അതായത് നമ്മൾ ഇടുന്ന സാധനം ഇങ്ങനെ മൊത്തം ഒരു ക്ലോഗി നേച്ചർ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അതേപോലെ തന്നെ അബ്രാസീവ്നെസ്, ഈ മെക്കാനിക്കൽ ആക്ഷൻ വഴി നടക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജസ്, അതും എന്താണ്? നമ്മുടെ ഈ നമ്മുടെ സ്ക്രീനിനെ ബ്ലൈൻഡ് ചെയ്യാനായിട്ട് കാരണമാണ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്തൊക്കെയായിരുന്നു ഇപ്പൊ പറയാൻ ഇനിയും ഉണ്ട്. ഈ സ്ലൈഡ് ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. കോമ്പാക്ഷൻ ഓർ ബെഡ് ഡെൻസിറ്റി, അതായത് നമ്മൾ കൂടുതൽ സാധനം ഇട്ട് കഴിഞ്ഞാൽ അത്രയും നന്നായിട്ട് സ്ക്രീൻ ചെയ്യാൻ പറ്റില്ല അല്ലെ. അതുപോലെ പാർട്ടിക്കിൾ സൈസ് ആൻഡ് ഷേപ്പ്, അതായത് നമ്മുടെ ഗ്രെയിനിന്റെ സൈസ് ആൻഡ് ഷേപ്പ് ആണ് പറയുന്നത്. അത് നമ്മുടെ സ്ക്രീനിന്റെ പിന്നെ പോർ സൈസ് ഇല്ലേ അല്ല, പോറിന്റെ ആ ഒരു സൈസും ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയസ് ഫ്രാക്ഷൻ സൈസ്, അതായത് ഇതിനകത്ത് നമ്മുടെ ഗ്രെയിൻസിന്റെ കൂടെ ഇടുന്ന സ്ട്രോ, കൂടെ ഇടുന്നതല്ല അതിന് കൂടെ വരുന്ന സ്ട്രോ, നോഡ്, ഷാഫ്, ഇതും എന്ത് ചെയ്യും? നമ്മുടെ സെപ്പറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദെൻ സ്റ്റിക്നെസ്സും അബ്രാസീവ്നെസ്സും. ഇനി അടുത്ത ഫാക്ടർ നോക്കാം. മെറ്റീരിയൽ ഫാക്ടേഴ്സ് ഇത്രയാണ് വരുന്നത്. ഇനി നമുക്ക് മെഷീൻ ഫാക്ടേഴ്സ് ആണ് വരുന്നത്. മെഷീൻ ഫാക്ടേഴ്സിൽ ഏതൊക്കെയാണ്? ഫീഡിങ് മെക്കാനിസം. ഫീഡിങ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എങ്ങനെയാണ് ഫീഡ് ചെയ്യുന്നത്? നമ്മൾ എപ്പോഴും സ്ക്രീനിലേക്ക് യൂണിഫോംലി ആയിരിക്കണം നമ്മുടെ ഗ്രെയിൻസ് ഫീഡ് ചെയ്യാനായിട്ട്. ദെൻ സൈസ് ഓഫ് സ്ക്രീൻ സർഫസ്. സ്ക്രീൻ സർഫസിന്റെ സൈസ് എങ്ങനെയായിരിക്കണം ഉണ്ടാകുന്നത്? ലെങ്ത് ഓഫ് സ്ക്രീൻ ഷുഡ് ബി between 2 to 3 times its width. ലെങ്ത് എപ്പോഴും
2 to 3 ടൈംസ് വിഡ്ത്ത് ആയിരിക്കണം. ഇനി പാഡി ക്ലീനറിന്റെ കേസിൽ നമുക്ക് നോക്കാം, സ്ക്രീൻ ഏരിയ ഓഫ് 0.2 മീറ്റർ സ്ക്വയർ പെർ ടൺ ഓഫ് പാഡി ഈസ് റെക്കമെൻഡഡ്. ഒരു റെക്കമെൻഡഡ് റേഞ്ച് ആണ് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ്? 0.2 മീറ്റർ സ്ക്വയർ. ദെൻ ഗ്രെയിൻ ബെഡ് ഡെപ്ത്, നമ്മൾ ഇടുന്ന ഗ്രെയിൻസിന്റെ ബെഡ് ഡെപ്തിനെ കുറിച്ചാണ് പറയുന്നത്. ജനറൽ ഗൈഡ് ലൈൻ എന്താണ്? thickness of bed should not exceed 4 times of the size of screen aperture for material weighing 1600 kilogram per meter cube and 2 to 3 times for a material weighing 800 kilogram per meter cube. അതൊന്നും ഓർത്തിരിക്കുക കേട്ടോ. ബെഡ് ഡെപ്തിന്റെ തിക്നെസ് ആണ് പറയുന്നത്. എത്ര നമ്മുടെ ഒരു 1600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വെയിങ് മെറ്റീരിയൽ ആണെങ്കിൽ ബെഡ് ഡെപ്ത് എത്രയിലും കൂടാൻ പാടില്ല. സ്ക്രീൻ അപ്പർച്ചർ, അതിന്റെ ആ ഒരു സ്ക്രീനിന്റെ സൈസ് ഇല്ലേ, അതിന്റെ 4 ടൈംസിലും കൂടുതൽ ആവാൻ പാടില്ല. അതേപോലെ ഒരു 800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് മെറ്റീരിയൽ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 2 to 3 ടൈംസ്. ഓക്കെ, അത് ഓർത്തിരിക്കാം. അതേപോലെ പിന്നെ നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ ഈ ബെഡ് ഡെപ്ത് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സ്ക്രീനിങ്ങിന്റെ സമയത്ത് കോൺസ്റ്റന്റ് ഫീഡ് റേറ്റ് ആണെങ്കിൽ ബെഡ് തിക്നെസ് എങ്ങനെ കുറയ്ക്കാം? നമ്മുടെ സ്ക്രീൻ സ്ലോപ്പ് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ബെഡ് തിക്നെസ് കുറയ്ക്കാം. അതേപോലെ കോൺസ്റ്റന്റ് സ്ലോപ്പിലാണെങ്കിൽ ഫീഡ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ബെഡ് തിക്നെസ് കുറയ്ക്കാം. അല്ലെങ്കിൽ അത് നേരെ തിരിച്ചാണെങ്കിലും ബെഡ് തിക്നെസ് ഈസ് ഡിക്രീസ്ഡ് ബൈ ഡിക്രീസിങ് ദ ഫീഡ് റേറ്റ്. അപ്പൊ ആ രണ്ട് പിന്നെ മെത്തേഡ്സ് ആണ് പറയുന്നത് ബെഡ് ഡെപ്തിന്റെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ അടുത്ത ഫാക്ടറാണ് ഷേപ്പ് ഓഫ് ദ ഓപ്പണിംഗ്. സ്ക്രീനിന്റെ ഓപ്പണിങ്സിന്റെ ഷേപ്പാ പറയുന്നത്. അപ്പൊ അത് നമുക്ക് സ്പെസിഫിക് പർപ്പസിന് പല ടൈപ്പ് ഓഫ് ആയിരിക്കും. അതായത് ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രെയിന് അതിന്റെ സൈസ് എങ്ങനെയാണ് അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് എങ്ങനെയാണ്, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഈ സ്ക്രീനിന്റെ ഷേപ്പും വരുന്നത്, അതിന്റെ പോർ സൈസും ഷേപ്പും വരുന്നത്. ദെൻ പെർസെൻറ്റേജ് ഓപ്പൺ ഏരിയ. ഹയർ പെർസെൻറ്റേജ് ഓഫ് ഓപ്പൺ ഏരിയ ഇൻക്രീസ് ബോത്ത് കപ്പാസിറ്റി ആൻഡ് സ്ക്രീനിങ് എഫിഷ്യൻസി. ഓപ്പൺ ഏരിയന്റെ പെർസെൻറ്റേജ് കൂടുതലാണെങ്കിൽ കപ്പാസിറ്റി അല്ലെങ്കിൽ സ്ക്രീനിങ് എഫിഷ്യൻസിയും കൂടുതലായിരിക്കും. ദെൻ അപ്പർച്ചർ സൈസ്. സൈസ് ഓഫ് സ്ക്രീൻ ഓപ്പണിങ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ഗ്രെയിൻ. സ്ക്രീൻ ഓപ്പണിങ്ങിന്റെ സൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രെയിനിന്റെ സൈസ് ആൻഡ് ഷേപ്പിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ദെൻ സ്ട്രോക്ക് ലെങ്ത്, അതും സെപ്പറേഷൻ എഫിഷ്യൻസിയെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു സാധനമാണ്. ഒപ്റ്റിമം വാല്യൂ ഓഫ് സ്ട്രോക്ക് ലെങ്ത് ഫോർ വീറ്റ് ഗ്രെയിൻ, അത് എത്രയാണ് റെക്കമെൻഡഡ് റേഞ്ച്? 17 mm. മാക്സിമം എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി നമ്മൾ വീറ്റിന്റെ കേസിൽ സ്ട്രോക്ക് ലെങ്ത് വെക്കേണ്ടത് എത്രയാണ്? 17 mm ആണ്. ഇനി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, അതായത് ഓരോ സ്ക്രീനും നമ്മൾ ഒരു ആംഗിളിലായിരിക്കും വെച്ചിരിക്കുന്നത് അല്ലെ, ഹൊറിസോണ്ടലുമായിട്ട് ഏതെങ്കിലും ഒരു ആംഗിളിലായിരിക്കും. അതിൽ കോമൺ റേഞ്ച് നമ്മൾ പറഞ്ഞേക്കുന്നത് 4 to 12 ഡിഗ്രി ആണ്. അതൊന്നും ഓർത്തിരിക്കുക. ദെൻ വൈബ്രേഷൻ, ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി. എന്താണ്? സ്പീഡ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ഷുഡ് ബി ഡിസൈൻ ടു കൺവേ ദ മെറ്റീരിയൽ പ്രോപ്പർലി ആൻഡ് ടു പ്രിവെന്റ് ദ ബ്ലൈൻഡിങ് ഓഫ് സ്ക്രീൻ. എപ്പോഴും ഈ സ്പീഡ് ആണെങ്കിലും വൈബ്രേഷൻ ആണെങ്കിലും നമ്മൾ ഈ സ്ക്രീൻ ബ്ലൈൻഡിങ് ഇല്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് സാധനം ചെയ്യുന്നത് അല്ലെ. ആ ഒരു രീതിയിലായിരിക്കണം ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ. An increase in frequency of vibration to a certain maximum limits give a better effectiveness. അതായത് ഒരു പിന്നെ ലിമിറ്റ് വരെ നമ്മൾ ഈ വൈബ്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവ് ആയിരിക്കും. പക്ഷെ എന്ന് വിചാരിച്ച് അതിലും കൂടുതലാക്കി കഴിഞ്ഞാലോ, ഭയങ്കര വൈബ്രേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും എന്താണ്, അത്രയും എഫക്റ്റ് കിട്ടില്ല. എഫക്റ്റീവ്നെസ്സിൽ വാല്യൂ കുറയാണ് ചെയ്യുക. ഓക്കെ. അടുത്തത് നമ്പർ ഓഫ് സ്ക്രീൻ. It is generally agreed that the most efficient screening results when a series of single deck screen are used. Single deck screen ഉപയോഗിക്കുന്നതാണ് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ഇതുവരെയുള്ള ഇതിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. Then rate of forward travel. Rate of forward travel is completely an empirical factor that does not lend itself to generalization because it depends upon both machine and material characteristic. Rate of forward travel നമുക്ക് അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. അത് എപ്പോഴും നമ്മുടെ മെഷീനിനെയും അതേപോലെ തന്നെ നമ്മുടെ മെറ്റീരിയലിന്റെയും ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാക്ടറാണ്. ദെൻ എയർ വെലോസിറ്റി, അതായത് ലൈറ്റർ പാർട്ടിക്കിൾസ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി, അതായത് ഡെൻസിറ്റി, മെറ്റീരിയലിന്റെ ഡെൻസിറ്റി ഡിഫറൻസ് അനുസരിച്ച് ലൈറ്റർ പാർട്ടിക്കിളിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ സ്ക്രീൻ ക്ലീനറിൽ എയർ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ പാഡി ക്ലീനറിന് നമ്മൾ പിന്നെ
ആസ്പിറേറ്ററിന്റെ എയർ വെലോസിറ്റി എത്രയാണ് വരുന്നത്? 8 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ്, എയർ ഫ്ലോ റേറ്റ് പെർ ടൺ ഓഫ് പാഡി അപ് ടു 8 ടൺ പെർ ഹവർ. 8 ടൺ പെർ ഹവർ പാഡിക്ക് നമ്മൾ 8 മീറ്റർ ക്യൂബ് പെർ മിനിറ്റും, അതേപോലെ 10ൽ കൂടുതലാവുകയാണെങ്കിൽ 5 മീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണ് എന്ത് എയർ ഫ്ലോ അല്ലെങ്കിൽ എയർ വെലോസിറ്റി നമ്മൾ ആ ഒരു റേറ്റ് പറയുന്നത്. ഓക്കെ, പാഡി ക്ലീനറിന്റെ കേസിൽ ആ വാല്യൂ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇന്റൻഡഡ് സിലിണ്ടർ സെപ്പറേറ്ററിനെ കുറിച്ച് നോക്കാം. Indented cylinder separator also separate the material on the basis of relative length like disc separator. Disc separator ഒക്കെ ചെയ്യുന്ന പോലെ relative length വെച്ചിട്ടാണ് indented cylinder separator separation നടത്തുന്നത്. ഇതിൽ എന്തൊക്കെയാണുള്ളത്? ഒരു ഹൊറിസോണ്ടൽ റൊട്ടേറ്റിംഗ് സിലിണ്ടർ ആണ്. അതിനകത്ത് കുറെ ഇൻഡൻസ് ആണുള്ളത്. അതിന്റെ അകത്തെ സർഫസിൽ കുറെ ഇൻഡൻസ് ഉണ്ട്. അതൊക്കെ ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ഷേപ്പ് എങ്ങനെയാണ്? ഹെമി സ്ഫെറിക്കൽ ആണ്. അപ്പൊ നമ്മൾ ഗ്രെയിന്റെ മിക്സ്ചർ ഇതിനകത്തേക്ക് ഫെഡ് ചെയ്യുന്ന സമയത്ത്, ഈ സെപ്പറേറ്ററിലേക്ക് നമ്മൾ ഇടുന്ന സമയത്ത് ചെറിയ ഗ്രെയിൻസ് ഒക്കെ എന്താക്കും? ഈ നമ്മുടെ ഇൻഡൻസ് ഉണ്ടെന്ന് പറയുന്നില്ലേ, അതിനകത്തേക്ക് പിക്ക് ചെയ്ത് പോകും. ഓക്കെ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വഴി. ഇതൊരു റൊട്ടേറ്റിംഗ് സിലിണ്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻഡൻസിലേക്ക് ഈ കുഞ്ഞു കുഞ്ഞു ഗ്രെയിൻസ് ഒക്കെ എന്തായി പോകും? അതിനകത്തോട്ട് കയറി പോകും. ഇതാണ് അതിന്റെ ഒരു പിക്ചർ കാണുന്നത്, റെപ്രസെന്റേഷൻ ഇന്റൻഡഡ് സിലിണ്ടർ സെപ്പറേറ്ററിന്റെ. ഞാൻ പറഞ്ഞല്ലോ, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് ഇത് കിടക്കുന്നത്. ഇതിനകത്ത് കുറെ ഇൻഡൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കുഞ്ഞു ഗ്രെയിൻസ് ഒക്കെ അതിനകത്തേക്ക് പോകും. താഴെ നമ്മളൊരു സ്ക്രൂ കൺവെയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ മെറ്റീരിയൽ കൺവേ ചെയ്യുന്നത്. ഓക്കെ, ഇനി മാഗ്നറ്റിക് സെപ്പറേറ്റർ. മാഗ്നറ്റിക് സെപ്പറേറ്ററിൽ എന്താണ്? സർഫസ് ടെക്സ്ചർ ആൻഡ് സ്റ്റിക്കിനെസ് പ്രോപ്പർട്ടി. ഇത് ബേസ് ചെയ്തിട്ടാണ്, ഗ്രെയിനിന്റെ സർഫസ് ടെക്സ്ചറും സ്റ്റിക്കിനെസ് പ്രോപ്പർട്ടീസും വെച്ചിട്ടാണ് മാഗ്നറ്റിക് സെപ്പറേറ്ററിൽ സെപ്പറേഷൻ നടക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ഗ്രെയിൻസിൽ എന്താണ്? ഈ മാഗ്നറ്റിൽ എന്ത് വേണം? നമുക്ക് എന്തെങ്കിലും അയോൺസ് ഉണ്ടെങ്കിലാണ്, അയൺ ഉണ്ടെങ്കിലാണ് പിന്നെ ഇത് ഈ സ്റ്റിക്ക് ചെയ്യൂ അല്ലെ മാഗ്നറ്റില്. പക്ഷെ നമ്മുടെ ഗ്രെയിൻസിന്റെ കാര്യത്തിൽ എന്താണ്? ഫ്രീ അയണൊന്നും ഇതിനകത്ത് ഇല്ലല്ലോ നമ്മുടെ ഗ്രെയിൻസിൽ. സോ നമ്മൾ എന്ത് ചെയ്യും? ഇതില് നമ്മൾ ചെറിയ അയൺ പൗഡർ എന്താക്കും? പൊടിച്ചിട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യും. നമ്മുടെ ഗ്രെയിനിന്റെ കൂടെ അയൺ പൗഡർ മിക്സ് ചെയ്യും. എന്നിട്ട് ഇതെന്ത് ചെയ്യും? ഇതിന്റെ ടോപ്പിൽ, മാഗ്നറ്റിക് ഡ്രം ആണ് ഇതിന് വരുന്നത്, അതിന്റെ ടോപ്പിൽ അത് പിന്നെ നമ്മൾ ഫീഡ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? സ്മൂത്ത് ഗ്രെയിൻസ് ഒക്കെ എന്താണ്? പൗഡർ ഫ്രീ ആയത് ഗ്രാവിറ്റി വഴി ഒരു ഭാഗത്തേക്കും, അയൺ പൗഡർ ഉള്ളതോ മാഗ്നറ്റിക് ഡ്രമ്മിൽ അട്രാക്ട് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്കും അങ്ങനെ വരും. അങ്ങനെയാണ് ഇതിൽ സെപ്പറേഷൻ നടക്കുന്നത്. അതായത് the grain mixture is fed to a screw conveyor or other mixing device that rumbles and mixes the grain with a proportionate amount of water. Due to moisture, iron powder adheres to rough, cracked, broken and sticky seed coats. നമ്മൾ ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന അയൺ പൗഡർ മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഗ്രെയിനിൽ നമ്മൾ വാട്ടർ മിക്സ് ചെയ്യുന്നുണ്ട്, വാട്ടർ സ്പ്രേ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ വെറ്റ് ആയിട്ടുള്ള സാധനം അതിലേക്കാണ് നമ്മൾ അയൺ പൗഡർ മിക്സ് ചെയ്യുന്നത്. സോ ഈ റഫ് അല്ലെങ്കിൽ ക്രാക്ക് ആയിട്ടുള്ള, ബ്രോക്കൺ ആയിട്ടുള്ള ഒക്കെ സീഡ് എന്ത് ചെയ്യും? ഇത് അയൺ പൗഡറുമായിട്ട് മിക്സ് ആവും, അതിങ്ങനെ ഒട്ടിപ്പിടിക്കും. പക്ഷെങ്കിൽ പിന്നെ സ്മൂത്ത് ഗ്രെയിൻസിൽ എന്താണ്? അയൺ പൗഡറിന് മിക്സ് പറ്റിപ്പിടിക്കാനായിട്ട് പറ്റില്ല, സ്മൂത്ത് സർഫസ്ഡ് ഗ്രെയിനിൽ. അത് രണ്ടും ഒന്ന് ഓർത്തിരിക്കാം. ഇതാണ്ടോ, ഇവിടെയാണ് ഫീഡ് ഹോപ്പർ വരുന്നത്. അപ്പം ഇതിൽ നമ്മൾ ഫീഡ് ഇട്ടു, ഇവിടുന്ന് നമ്മൾ വാട്ടർ സ്പ്രേ കൊടുക്കുകയാണ്. ഇതിങ്ങനെ പോയി ഇവിടെ എന്താണ്? നമ്മൾ പറഞ്ഞില്ലേ, അയൺ പൗഡർ മിക്സ് ചെയ്തിടുന്നു. അപ്പൊ അതിൽ എല്ലാം കൂടി ഇങ്ങോട്ട് വരും. അപ്പൊ ഇതാണ് പിന്നെ മാഗ്നറ്റിക് സെപ്പറേറ്ററിലെ ഒരു ഡ്രം വരുന്നത്. അപ്പൊ ഇതിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ബ്രോക്കൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റിക്കി ആയിട്ടുള്ള ഗ്രെയിൻസ് എന്താക്കും? അയൺ പൗഡറുമായിട്ട് മിക്സ് ചെയ്യും. അപ്പം അത് ഇതിൽ നമുക്ക് എന്താണ്? അട്രാക്ഷൻ വരും. അല്ലാത്തതോ സ്മൂത്ത് ആയിട്ടുള്ളത് പിന്നെ ഒരു സൈഡിൽ ക്ലീൻ സീഡ് ഇപ്പുറത്തും വരും, മറ്റേത് ഇപ്പുറത്തും വരും. അപ്പം ആ ഒരു രീതിയിലാണ് അതിൽ സെപ്പറേഷൻ നടക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? കളർ സെപ്പറേറ്റർ ആണ്. കളർ സെപ്പറേറ്ററിൽ എന്താണ്? കളർ അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ്, ഇത് ആണ്, ഇതിലുള്ള ഡിഫറൻസ് ആണ് പിന്നെ സെപ്പറേഷൻ നടക്കുന്നത്. ഓക്കെ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലൊക്കെയാണ് അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. കളർ സെപ്പറേറ്റ്സ് ആർ ജനറലി യൂസ്ഡ് ഫോർ ലാർജർ ക്രോപ്സ്, സീഡ്സ് ലൈക്ക്
പീസ്, ബീൻസ്. കണ്ടോ, പീസില് ബീൻസിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കോമൺ ആയിട്ട് കളർ സെപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സീഡില് ഡിഫറെന്റ് കളർ ചേഞ്ചസ് വരാൻ ചാൻസ് ഉള്ളത്? ഒന്നുകിൽ അതിന്റെ എന്തെങ്കിലും ഇമ്മെച്യൂരിറ്റി അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഡിസീസ് വന്ന കാരണമൊക്കെ ആയിരിക്കും ഈ ഒരു ഡിഫറൻസ് വരുന്നത്. ഓക്കെ, the mud balls and discolored or defective seeds can be removed with the help of electronic separator. ഇതിലെങ്ങനെയാണ്? The grain mixture is fed uniformly into the optical chamber of the separator. സെപ്പറേറ്ററിന്റെ ഒപ്റ്റിക്കൽ ചേംബറിലേക്ക് നമ്മൾ ഗ്രെയിൻ മിക്സ്ചർ ആദ്യം ഫെഡ് ചെയ്യും. അത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ 2 ഫോട്ടോ സെൽസ് ആണ്. അത് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ, a needle is placed on other side which is connected to high voltage source. പിന്നെ അതിൽ വരുന്ന ഒരു പാർട്ടാണ് ഒരു നീഡില്, അത് ഒരു ഹൈ വോൾട്ടേജ് സോഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ എന്താണ് നടക്കുന്നത്? when a beam fall on a dark object through photoelectric cell, current is generated on the needle. ഫോട്ടോഇലക്ട്രിക് സെല്ലിലൂടെ ഒരു ബീം നമ്മുടെ ഡാർക്ക് ഒബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് നീഡിൽ ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യും. The needle and receives a charge and imparts it on the dark seeds. അതിനൊരു ചാർജ് വരും, അത് imparts to dark seeds. Okay. The grain are then passed between 2 electrodes with a high potential difference between them. നമ്മൾ ഈ ഗ്രെയിൻ ഈ 2 ഇലക്ട്രോഡ്സിന് ഇടയിലൂടെ പാസ് ചെയ്യാണ് ചെയ്യുക. The seed is compared with a selected background or color range. നമ്മുടെ സീഡ് ഈ ഒരു സെലക്ടഡ് ബാക്ക്ഗ്രൗണ്ടുമായി കമ്പയർ ചെയ്യും. ആൻഡ് is separated in 2 fractions according to difference in color. കളർ ഡിഫറൻസ് അനുസരിച്ച് അത് സെപ്പറേറ്റ് ആയിട്ട് മാറും. അതിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം ആണ് ഇത്, കളർ സെപ്പറേറ്ററിന്റെ. ഇവിടെയാണ് ഫീഡ് ഹോപ്പർ വരുന്നത്. ഓക്കെ, ഇതൊരു ബെൽറ്റ് കൺവെയർ ആണ്. പിന്നെ ഇവിടെ ഒരു ആംപ്ലിഫയർ, ഇവിടെയാണ് നമ്മൾ ചാർജിങ് നീഡിൽ പറഞ്ഞത്. ഇത് മൊത്തത്തിലാണ്, ഇതാണ് ഒപ്റ്റിക്കൽ ചേംബർ. ഓക്കെ, ഇതാണ് ഡിഫ്ലക്റ്റിംഗ് ഇലക്ട്രോഡ്സ്. ദെൻ ഇവിടെ നമുക്ക് ഫോറിൻ മെറ്റീരിയലും അതേപോലെ ഇപ്പുറത്ത് ഡിസൈഡ് മെറ്റീരിയലും നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം വരുന്നത്. ഇനി ഇൻക്ലൈൻഡ് ഡ്രേപ്പർ, ഇതിൽ എങ്ങനെയാണ് സെപ്പറേഷൻ നടക്കുന്നത്? ഷേപ്പ് ആൻഡ് സർഫസ് ടെക്സ്ചറിലുള്ള ഡിഫറൻസ്, മെറ്റീരിയലിന്റെ ഷേപ്പ് ആൻഡ് സർഫസ് ടെക്സ്ചറിലുള്ള ഡിഫറൻസ് ആണ് ഇൻക്ലൈൻഡ് ഡ്രേപ്പറിൽ വരുന്നത്. This technique of separation is used when all other method fails. നമ്മൾ ഇത് അങ്ങനെ ഉപയോഗിക്കുന്നില്ല, മറ്റ് മെത്തേഡ്സ് ഒക്കെ ഫെയിൽ ആവുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇൻക്ലൈൻഡ് ഡ്രേപ്പർ ഉപയോഗിക്കുന്നത്. The mixture to be separated is fed over the center of an inclined draper belt moving in upward direction. അതായത് ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഡ്രേപ്പർ ബെൽറ്റ് ആണ്, അതാണെങ്കിലോ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ സെന്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫീഡ് ഇടുന്നത്. The round and smooth grains roll or slide down the draper at faster rate than the upward motion of the belt. അതായത് നമ്മൾ ഗ്രെയിൻസിൽ ഇട്ട് കഴിഞ്ഞാൽ സ്മൂത്ത് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് ഉള്ള ഗ്രെയിൻ ഒക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് താഴോട്ട് ഉരുണ്ട് വരും, അല്ലെങ്കിൽ അത് സ്ലൈഡ് ഡൗൺ ചെയ്യും. അതായത് ഈ മുകളിലോട്ടുള്ള ബെൽറ്റിന്റെ മൂവ്മെന്റ് ഇല്ലേ, അതിനേക്കാളും ഫാസ്റ്റർ റേറ്റിലുള്ളതാണ് താഴോട്ട് വരുന്നത്. അത് എന്നിട്ട് താഴെ ഒരു ഹോപ്പറിൽ നമ്മൾ കളക്ട് ചെയ്യും. പിന്നെയോ ഫ്ലാറ്റ് ഷേപ്പുള്ള അല്ലെങ്കിൽ റഫ് സർഫസിലുള്ള പാർട്ടിക്കിൾസ് അത് ഇൻക്ലൈൻഡ് ഡ്രേപ്പറിന്റെ മുകളിലോട്ട് കയറിപ്പോകും. അവിടെ ഒരു ഹോപ്പർ ഉണ്ട് മുകളിൽ, അതിലാണ് അത് കളക്ട് ചെയ്യുന്നത്. സോ താഴെ നമുക്ക് കിട്ടുന്നത് റൗണ്ട് ആൻഡ് സ്മൂത്ത് ഗ്രെയിൻസ് ആയിരിക്കും, മുകളിലോ ഫ്ലാറ്റ് ഷേപ്പ് അല്ലെങ്കിൽ റഫ് സർഫസ്ഡ് പാർട്ടിക്കിൾ ആണ് കിട്ടുന്നത്. അതാണ് പറഞ്ഞത്, ഷേപ്പ് അല്ലെങ്കിൽ സർഫസ് ടെക്സ്ചർ ഓഫ് ദ മെറ്റീരിയൽ അത് വെച്ചിട്ടാണ്, അതിലെ ഡിഫറൻസ് വെച്ചിട്ടാണ് ഇൻക്ലൈൻഡ് ഡ്രേപ്പറിൽ സെപ്പറേഷൻ നടക്കുന്നത്. The belt of different degrees of roughness may be used as a draper for separate materials. ഇതിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അനുസരിച്ച് പല റഫ്നെസ്സിലുള്ള ബെൽറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, if rolling tendencies of the grain are predominant, the rough canvas belt may be used. ഭയങ്കര റോളിംഗ് ടെൻഡൻസീസ് ഭയങ്കര predominant ആയിട്ടുള്ള ഗ്രെയിൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റഫ് ക്യാൻവാസ് ബെൽറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി സ്മൂത്ത് പ്ലാസ്റ്റിക് ബെൽറ്റ്സ് ആണ് ഉപയോഗിക്കുക, അപ്പോ സ്ലൈഡിങ് ആക്ഷൻ ആണ് കൂടുതൽ വരുന്നതെങ്കിൽ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഇൻക്ലൈൻഡ് ഡ്രേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇൻക്ലൈൻഡ് ആയിട്ട് മുകളിലോട്ട് അപ്വാർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ബെൽറ്റ് ആണിത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നമ്മൾ പറഞ്ഞു സെൻട്രലാണ് ഫീഡ് ഹോപ്പർ വരുന്നത്. ഇവിടെ നമ്മൾ ഫീഡ് ഇട്ട് കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് ഉള്ള സാധനം ഈ ഒരു മുകളിലോട്ട് പോകുന്ന മൂവ്മെന്റിനേക്കാളും റേറ്റ് കൂടുതലായിരിക്കും ഇത്രയും സ്മൂത്ത് ആയ സാധനങ്ങൾക്ക്. അപ്പൊ അത് ഈ ഭാഗത്തേക്ക് വരും. ബാക്കിയുള്ള പിന്നെ
ഇങ്ങനെ റൗണ്ട് അല്ലാത്ത മെറ്റീരിയൽസ് ഇല്ലേ, അല്ലെങ്കിൽ റഫ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇവിടെ കിടന്ന് അതേപോലെ ഈ ഡ്രേപ്പറിന്റെ ഈ ഒരു ബെൽറ്റിന്റെ മൂവ്മെന്റിനനുസരിച്ച് മുകളിലോട്ട് പോകും. ഇവിടെ മറ്റൊരു ഹോപ്പർ ഉണ്ട്, അപ്പൊ അതിലത് സെപ്പറേറ്റ് ആയി കിട്ടും. അപ്പൊ ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടി. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഇൻക്ലൈൻഡ് ഡ്രേപ്പറിന്റെ മെക്കാനിസം വരുന്നത്. ഇനി ഡിസ്ക് സെപ്പറേറ്റർ നോക്കാം. ഡിസ്ക് സെപ്പറേറ്റർ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ഡിഫറൻസ് ഇൻ ലെങ്ത്. ഓക്കെ, it separates material on the basis of difference in length of various constituents. ഇതിൽ എന്താണുള്ളത്? അതിൽ കുറെ പോക്കറ്റ്സ് ആണ്. ഓക്കെ, ഒരു ഷേപ്പ് ആയിട്ടുള്ള പോക്കറ്റ്സ് ആണ് ഉണ്ടാവുക. മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞു മെറ്റീരിയൽസ് ഒക്കെ എന്താവും ഈ ഒരു പോക്കറ്റ്സിനുള്ളിൽ പിക്ക് ചെയ്യപ്പെടും. ഓക്കെ, ബാക്കിയുള്ളവ റിജക്റ്റ് ആയിപ്പെടും. ഇതാണ് ഈ ഒരു ഡിസ്ക് സെപ്പറേറ്ററിന്റെ കാര്യത്തിൽ നടക്കുന്നത്. ഓക്കെ, it is used especially for removing dissimilar material like wheat, rye, mustard, barley from oats. അപ്പോൾ dissimilar materials സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഡിസ്ക് സെപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. The disc pockets are made of 3 basic shape of various sizes. ഓക്കെ, പല സൈസിലുള്ള വേരിയസ് ഷേപ്പുള്ള സാധനങ്ങളാണ് ഈ പോക്കറ്റ്സ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഒരു കുറെ പോക്കറ്റ്സ് ഉണ്ട്. അപ്പൊ അതിൽ 6 പോക്കറ്റ്സ് എന്ന് പറയുന്നത് എന്തിനാണ്? ഈ R derive its name from rice and was designed to remove broken rice grains from whole grains. Whole grains നിന്ന് നമുക്ക് broken rice remove ചെയ്യാനായിട്ടാണ് ഈ R pockets നമ്മൾ കൊടുക്കുന്നത്. Okay, it has a flat and horizontal lifting edge and round leading edge. It rejects round grains but lift out cross broken or flat grains. Okay, അതായത് whole grains നിന്ന് നമ്മളെ റൈസ് ഗ്രെയിൻസിനെ ബ്രോക്കൺ റൈസ് ഗ്രെയിൻസിനെ റിമൂവ് ചെയ്യുന്ന സാധനമാണ് ഈ R പോക്കറ്റ്സിൽ വരുന്നത്. ഈ പോക്കറ്റിന്റെ ഷേപ്പാണ് അതിനനുസരിച്ചുള്ളതാണ് നമ്മളിപ്പോ പറയുന്നത്. ഇനി V പോക്കറ്റ് ആണെങ്കിലോ, ഇറ്റ്സ് നെയിം ഫ്രം Vitek and was designed to pick up and remove round shaped grains. Okay, it has a round lifting edge which tend to reject tubular or elongated grains. V പോക്കറ്റ്സ് എന്തിനാണ്? റൗണ്ട് ഷേപ്ഡ് ഗ്രെയിൻസ് അല്ലെ. R നമ്മൾ പറഞ്ഞു റൈസ് എന്നാണ് ഡെറൈവ് ചെയ്തെടുക്കുന്നത്. V പോക്കറ്റ്സോ ദ വെച്ചൻ. സോ R നമ്മൾ ഹോൾ ഗ്രെയിൻസ് ബ്രോക്കൺ ഗ്രെയിൻസ് അല്ലെ. ഇതിലോ നമുക്ക് റൗണ്ട് ഷേപ്ഡ് ഗ്രെയിൻസിനെ പിക്ക് ചെയ്യാനാണ് V പോക്കറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് ഡിസ്ക് സെപ്പറേറ്ററിന്റെ ഒരു ഡയഗ്രാം വരുന്നത്. കുറെ പോക്കറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഓക്കെ, ഇതിൽ നമുക്ക് പിന്നെ പഠിക്കാനായിട്ടുള്ളത് എഫക്റ്റീവ്നെസ് ഓഫ് ദ സ്ക്രീൻ ആണ്. അതെങ്ങനെയാണ്? സ്ക്രീൻ എഫക്റ്റീവ്നെസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ എബിലിറ്റി ഓഫ് എ സ്ക്രീൻ ഇൻ ക്ലോസ്ലി സെപ്പറേറ്റിംഗ് ദ ഫീഡ് ഇൻടു ഓവർഫ്ലോ ആൻഡ് അണ്ടർഫ്ലോ അക്കോർഡിംഗ് ടു ഇറ്റ് സൈസ്. അതിന്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? E is equal to mf minus mu into m0 mo minus mf mo into 1 minus mu by mo minus mu all square into 1 minus mf into mf. ഇതിൽ F എന്ന് പറയുന്നത് മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഫീഡ് ആണ്. O എന്ന് പറയുന്നത് മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഓവർ സൈസ്ഡ് പാർട്ടിക്കിൾ ആണ്. ആൻഡ് U മാസ് ഫ്ലോ റേറ്റ് ഓഫ് അണ്ടർ സൈസ്. MF എന്ന് പറയുന്നതോ മാസ് ഫ്രാക്ഷൻ ഓഫ് മെറ്റീരിയൽ ഇൻ ഫീഡും MO എന്ന് പറയുന്നത് മാസ് ഫ്രാക്ഷൻ ഓഫ് മെറ്റീരിയൽ ഇൻ ഓവർഫ്ലോ. MU എന്ന് പറയുന്നത് മാസ് ഫ്രാക്ഷൻ ഓഫ് മെറ്റീരിയൽ ഇൻ അണ്ടർഫ്ലോ. ഓക്കെ, പിന്നെ അതേപോലെ BIS സ്റ്റാൻഡേർഡിൽ നമ്മൾ ക്ലീനിങ് എഫിഷ്യൻസി എങ്ങനെയാണ് സജസ്റ്റ് ചെയ്തേക്കുന്നത്? ക്ലീനിങ് എഫിഷ്യൻസി ഈക്വൽ ടു E into F minus G into E minus F into 1 minus G divided by F into E minus G all square into 1 minus F. അതിൽ E എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് ക്ലീൻ സീഡ് അറ്റ് ക്ലീൻ സീഡ് ഔട്ട്ലെറ്റ്. E എന്ന് പറയുന്നത് ഓക്കെ. F എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് ക്ലീൻ സീഡ് ഇൻ ഫീഡ്. ദെൻ G എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഓഫ് ക്ലീൻ സീഡ് അറ്റ് ഫോറിൻ മാറ്റർ ഔട്ട്ലെറ്റ്. ഇത്രയാണ് ഇതിൽ എഫിഷ്യൻസി. സ്ക്രീനിന്റെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ എഫിഷ്യൻസി നമ്മൾ ഈ ഒരു മെത്തേഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത് നമുക്ക് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാം. ക്ലീനിങ് ആൻഡ് ഗ്രേഡിംഗ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു?
നമ്മുടെ അൺഡിസൈറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോറിൻ മാറ്റർ റിമൂവ് ചെയ്യുന്ന ത്രസ്റ്റ് ക്രോപ്പ് നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗ്രേഡിങ് എന്താണ്, വേരിയസ് ഫ്രാക്ഷൻസ് ആയിട്ട് നമ്മൾ പ്രോഡക്ട്സിനെ തരംതിരിക്കുന്ന പ്രോസസ്സാണ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഗ്രേഡ് ഫാക്ടേഴ്സ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടു. ദെൻ അതിൽ പിന്നെ നമ്മൾ സോർട്ടിംഗ് ആണ് പറഞ്ഞത്, അതായത് സൈസ്, ഷേപ്പ്, ഡെൻസിറ്റി, ടെക്സ്ചർ, കളർ, ഈ ഒരു രീതിയിൽ നമ്മൾ പ്രോഡക്ട്സിനെ സോർട്ട് ചെയ്യുന്നു അല്ലെ. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വലിയ പാർട്ടിക്കിൾസിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് പിന്നെ കണ്ടത്. അതിൽ നമ്മൾ ഒന്നോ ഒന്നിലധികമോ സ്ക്രീൻസ് വെച്ച് സൈസിന്റെ പിന്നെ സൈസ് ആയിരുന്നു അതിലെ പാരാമീറ്റർ അല്ലെ, അത് വെച്ചിട്ടാണ് നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നമ്മൾ കണ്ടത് എയർ സ്ക്രീൻ ക്ലീനേഴ്സ് ആണ് അല്ലെ. എയർ സ്ക്രീൻ ക്ലീനേഴ്സിൽ തന്നെ ക്ലാസിഫൈ എന്തൊക്കെയായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്? വൈബ്രേറ്ററി സ്ക്രീനും അതേപോലെ റോട്ടറി സ്ക്രീനുമായിട്ട്. വൈബ്രേറ്ററി എയർ സ്ക്രീൻ ക്ലീനറിൽ നമ്മൾ എന്താണ് കണ്ടത്? അതിൽ പല തരത്തിലുള്ള സ്ക്രീൻസ് അല്ലെ, ഡബിൾ ഓർ മൾട്ടിപ്പിൾ, അത് തന്നെ നമുക്ക് അപ് ടു 8 നമ്പേഴ്സ് വരെ പറ്റും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അത് ഇങ്ങനെ ഹാങ് ചെയ്ത് ഒരു ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ മോഷൻ വഴി വൈബ്രേഷൻ ചെയ്യുന്നത് അല്ലെ. അങ്ങനെയാണ് എയർ സ്ക്രീൻ ക്ലീനർ നമ്മൾ കണ്ടത്. അപ്പൊ അതിനൊരു പിന്നെ അതിന്റെ സ്കീമാറ്റിക് ഡയഗ്രാം നമ്മൾ കണ്ടു, അതിന്റെ വർക്കിംഗ് കണ്ടു. ദെൻ റോട്ടറിയിലാണെങ്കിലോ ഒരു ഡ്രം, സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ ഡ്രം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിന്റെ ഡയഗ്രാം കണ്ടു, അതിന്റെ വർക്കിംഗ് നമ്മൾ നോക്കി. ദെൻ അതിൽ ഡിസൈൻ കൺസിഡറേഷൻ, അതിൽ മെറ്റീരിയൽ ഫാക്ടേഴ്സും ഉണ്ട്, മെഷീൻ ആൻഡ് ഓപ്പറേഷണൽ ഫാക്ടേഴ്സും ഉണ്ട്. മെറ്റീരിയൽ ഫാക്ടേഴ്സിൽ നമ്മൾ കോംപാക്ഷൻ ഓർ ബെഡ് ഡെൻസിറ്റി, പാർട്ടിക്കിൾ സൈസ് ആൻഡ് ഷേപ്പ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേരിയസ് ഫ്രാക്ഷൻ സൈസ്, സ്റ്റിക്നെസ് ആൻഡ് അബ്രാസീവ്നെസ്, അത്രയുമാണ് അതിൽ കണ്ടത്. ദെൻ മെഷീൻ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? ഫീഡിംഗ് മെക്കാനിസം, സൈസ് ഓഫ് സ്ക്രീൻ സർഫസ്, ഗ്രെയിൻ ബെഡ് ഡെപ്ത്. അതിൽ പാഡി ക്ലീനറിന്റെ സ്ക്രീൻ ഏരിയ എത്രയാന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. 0.2 മീറ്റർ സ്ക്വയർ ആയിരുന്നു. അതേപോലെ ബെഡ് ഡെപ്ത് ഒരു 1600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അത്രയും വെയിറ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണെങ്കിൽ 4 ടൈംസിനെക്കാളൊന്നും കൂടാൻ പാടില്ല സ്ക്രീൻ സൈസിന്റെ. ഓക്കെ, സ്ക്രീൻ സൈസ്. അതേപോലെ 800 ഒക്കെ ആണെങ്കിൽ 2 to 3 ടൈംസ് അല്ലെ. പിന്നെ എന്തായിരുന്നു കണ്ടത്? ഷേപ്പ് ഓഫ് ദ ഓപ്പണിംഗ്, പെർസെന്റേജ് ഓപ്പൺ ഏരിയ, അപ്പർച്ചർ സൈസ്, സ്ട്രോക്ക് ലെങ്ത്. അതിൽ വീറ്റ് ഗ്രെയിനിന്റെ സ്ട്രോക്ക് ലെങ്ത് നമ്മൾ എത്രയായിരുന്നു കണ്ടത്? 17 mm ആണ് മാക്സിമം എഫിഷ്യൻസി കിട്ടാനായിട്ട് വേണ്ടത്. ദെൻ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ കോമൺ റേഞ്ച് 4 to 12 ഡിഗ്രി എന്ന് കണ്ടു. ദെൻ പിന്നെ വൈബ്രേഷൻ ആൻഡ് ഫ്രീക്വൻസി, ദെൻ നമ്പർ ഓഫ് സ്ക്രീൻസ്, റേറ്റ് ഓഫ് ഫോർവേഡ് ട്രാവൽ, പിന്നെ എയർ വെലോസിറ്റി അല്ലെ. പിന്നെ നമ്മൾ ഇന്റൻഡഡ് സിലിണ്ടർ സെപ്പറേറ്റർ ആണ്. അപ്പൊ ഇതിൽ ഈ സെപ്പറേറ്ററിലൊക്കെ നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് ഓർത്ത് വെക്കേണ്ടത് എന്തിന്റെ ബേസിസിലാണ് അതിൽ സെപ്പറേഷൻ നടക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ കൂടുതലായിട്ടും ആ ഒരു ഏരിയ നിന്നാണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പം ഇന്റൻഡഡ് സിലിണ്ടർ സെപ്പറേറ്റർ റിലേറ്റീവ് ലെങ്ത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതിനകത്തുള്ള ഈ ഇന്റൻസ്, ഈ ഹെഡിങ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ. ഇന്റൻസ് ഉണ്ട്, അതുവഴിയാണ് സെപ്പറേഷൻ നടക്കുന്നത്. റിലേറ്റീവ് ലെങ്ത് ആണ് അതിന്റെ ബേസിക് പാരാമീറ്റർ വരുന്നത്. ഇനി മാഗ്നറ്റിക് സെപ്പറേറ്റർ ആണെങ്കിൽ അതിന്റെ ടെക്സ്ചറും സ്റ്റിക്നെസ് പ്രോപ്പർട്ടീസും. അതിൽ പിന്നെ നമ്മൾ എന്തായിരുന്നു ഓർക്കാനുള്ളത്? അതിൽ നമ്മൾ അയൺ പൗഡർ മിക്സ് ചെയ്യുന്നുണ്ട് അല്ലെ. വാട്ടറും അയൺ പൗഡറും മിക്സ് ചെയ്തിട്ടാണ് സെപ്പറേഷൻ നടത്തുന്നത്. അതിന്റെ പിക്ചർ ഓർത്തിരിക്കുക. കളർ സെപ്പറേറ്ററിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഓർക്കാനായിട്ട് പറ്റും. കളർ അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ്, അത് വെച്ചിട്ടാണ്, അതിന്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് സെപ്പറേഷൻ നടക്കുന്നത് എന്നുള്ളത് അല്ലെ. പിന്നെ ഇൻക്ലൈൻഡ് ഡ്രേപ്പർ, അതിലെന്താണ്? ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ ആ ഒരു പിക്ചർ മനസ്സിൽ വരിക. ഇൻക്ലൈൻഡ് ആയിട്ട് കിടക്കുന്ന ഒരു ബെൽറ്റ് ആണ്. എന്ത്? ഷേപ്പ് ആൻഡ് സർഫസ് ടെക്സ്ചർ. ഇതാണ് അതിലുള്ള ഡിഫറൻസ് വെച്ചിട്ടാണ് അതിൽ സെപ്പറേഷൻ നടക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇതാണ് അതിന്റെ പിക്ചർ വരുന്നത്. ദെൻ ഡിസ്ക് സെപ്പറേറ്റർ, ഡിസ്കിൽ നമ്മൾ ഇത് ഓർത്തിരിക്കുക, ഏതാണ്? ലെങ്ത് ആണ്. ഡിഫറൻസ് ലെങ്ത് ആണ് അല്ലെ. പിന്നെ നമ്മൾ എഫക്റ്റീവ്നെസ് ആണ്, ഒരു ഇക്വേഷനും കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മൾ ക്ലീനിങ് ആൻഡ് ഗ്രേഡിംഗ് എന്നുള്ള ഒരു പോർഷന് പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.